ഗൈസ്, വെൽക്കം ബാക്ക് ടു സുമൂസ് വ്ലോഗ്. സോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് ഒരു ലോങ് ഡേ ട്രിപ്പ് തന്നെയാണ് നമ്മളിന്ന് പോകുന്നത്. ഫസ്റ്റ് പോകുന്നത് നമ്മൾ ഷാരിൻ കാനോണിലേക്കാണ്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ താഴേക്ക് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഒരു ഷാരിൻ റിവർ ഉണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കാനയോൺ. സോ അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഫാത്തിമ ഉണ്ട്, പിന്നെ സുഹ മറിയം, പിന്നെ ജറമോൾ, പിന്നെ നമുക്ക് ഗൈഡായിട്ട് മിന്നാജിക്ക ഉണ്ട്. ഈ റോഡ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ചൈന ബോർഡർ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അതിലേക്കുള്ള ഒരു റൂട്ട് കൂടിയാണിത്. പക്ഷേ നമ്മൾ അതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് മാറുന്നതാണ്. എന്തായാലും ഇവിടുന്ന് ബൈ റോഡ് നമുക്ക് ചൈനയിൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അതിമനോഹരമായ സെമിറ്ററി, കബറിടങ്ങൾ. ഇവിടെ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ സ്റ്റൈലിൽ ആ കബറിടങ്ങൾ ഭംഗിയാക്കുക എന്നുള്ളൊരിതാണ്. അത് എവിടെ പോയി കണ്ടാലും ഇവിടുത്തെ കബറിടങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഹലോ, നേരത്തെ ആയിഷ ഇൻട്രോ പറഞ്ഞതിൽ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ എൻ്റെ പേര് അതിൽ വന്നില്ല. അപ്പം ഞാനുണ്ട് കേട്ടോ ഈ ട്രിപ്പിൽ. നമ്മളൊരു 6:45 അൽമാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഏകദേശം 2 മണിക്കൂർ ആവാനായി വണ്ടി വിട്ടിട്ട്. ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അമ്പോട്ടൻ്റെ ഹോട്ടൽ പോലത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും ചെറുപയറൊക്കെ പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഫുഡുകളെല്ലാം ഇവിടെ കിട്ടുള്ളൂ. മട്ടൻ കബാബ് അല്ലേ, മട്ടൻ കബാബ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല മട്ടൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ മട്ടൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ശരിക്കും ആസ്വദിച്ച് നോക്കാം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളുണ്ട്, മിൻഹാജ് മിർസ. പുള്ളിയാണ് നമ്മളുടെ ടൂർ ഗൈഡായിട്ട് വരുന്നത്. ഇവിടുത്തെ ഒരു സീനിയർ സ്റ്റുഡൻ്റാണ്. ആൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ്. ടൂറും കാര്യങ്ങളും പാക്കേജൊക്കെ ആയിട്ട്. കൂടുതൽ ഉയരങ്ങൾ പിന്നീട് മിൻഹാജിലൂടെ നമുക്കറിയാം. ഇവിടുത്തെ ചായയാണ് കേട്ടോ. ഇവിടുന്ന് ചായ തരുന്നത് ഒരു ബൗളിലാണ്. ഈ ചായയിൽ ബട്ടറും സോൾട്ടും ഇട്ടിട്ടാണ് കുടിക്കുന്നത്. കാരണം മധുരത്തിന് പകരം നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ നാടൻ ബ്രെഡ് ഉണ്ടല്ലോ, ആ സാധനം ഇങ്ങനെ കട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന ഒനിയൻ ഇവിടെ കിട്ടുന്നത് ഈ വൈറ്റ് കളറാണ്. നമ്മുടെ നാട്ടിലെ റെഡ് സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു കുറവുണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ. ഇത് ഹോളണ്ടിൻ്റെ ഒനിയൻ പോലുള്ളൊരു ടൈപ്പ് ഒനിയൻ. മട്ടൻ കബാബ് എത്തിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് കാണുന്നുണ്ട്. ഇതിനെന്താ പറയുക ആയിഷ? ഇവിടെ ഷഷ്ലിക്ക് നമ്മൾ 2 ദിവസം മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ ആ പാർക്കിൽ പോയ സമയത്ത്. കറക്റ്റ്. സാറ വലിയത് നോക്കിയിട്ട് കൈവച്ചു. അതിൽ വലിയ തന്നെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്തതാ, നമ്മളൊന്നും പറയില്ല. ബ്രെഡ് പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാട്ടാ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് നാടൻ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ബ്രെഡ് കട്ട് ചെയ്തിട്ടതാ മട്ടണും. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള മട്ടണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബാർബിക്യൂ ചെയ്യുന്നിടത്തുള്ള സംഭവമാണ്. ശരിക്കൊരു ഗ്രാമപ്രദേശം പോലെയാണ് കേട്ടോ മൊത്തത്തിൽ. ഹായ്,
ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് മിൻഹാജ് മിർസ. പിന്നെ നമ്മളിന്ന് പോണ സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൊക്കേഷന് 100 സംതിങ് കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ എത്തും. അതാണ് ഫസ്റ്റ് ഷാരിൻ കാനിയോൺ. അതായത് ഷാരിൻ കാനിയോണിൽ എന്ന് പറയുമ്പോൾ നമ്മളവിടെ എത്തി, അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് 2 കിലോമീറ്റർ താഴേക്ക് ഓഫ് റോഡ് പോയി കഴിയുമ്പോൾ അവിടെ തന്നെ ഷാരിൻ റിവറും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 27 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് കാനിയോൺ കാണാൻ പറ്റും. അത് റോഡ് സൈഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ലൊക്കേഷൻസാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പിന്നെ കുറച്ച് ചെറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഇവിടുത്തെ ചെറി. ഇന്നലെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് എല്ലാറ്റിനും വില കുറവാണ് കേട്ടോ. നമ്മൾ ആൽമാട്ടി ആ സിറ്റിയിൽ പിന്നെ കൊടുത്ത മട്ടൻ കബാബിൻ്റെ ഇവിടെ കൊടുത്തതിൻ്റെ 2-3 ഇരട്ടിയാണ് ആൽമാട്ടിയിലെ പ്രൈസ്. അതേപോലെ തന്നെ ഈ ചെറിയുടെയും ഒരു ഹാഫ് പ്രൈസിന് നമുക്ക് ഇവിടെ കിട്ടി ചെറി. എമ്മി ചെറിയുടെ ലുക്ക് ഉണ്ടോ ചെറി. അങ്ങനെ നമ്മൾ ആദ്യത്തെ കാനിയണിലേക്ക് പോവുകയാണ്. ഷാരിയൻ കാനിയണാണ് ആദ്യത്തെ. ഇവിടുന്ന് 10 കിലോമീറ്ററാണ്. ഈ കാനിയൺ എന്ന് പറയുന്ന വലിയ മലയിടുക്കുകളാണ്. നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഇതിനോട് പിറകെ. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടെൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് റെൻറ്റിനെടുത്ത് താമസിക്കാൻ പറ്റും. പിന്നെ വിൻ്റർ സീസൺ ആണെങ്കിൽ കംപ്ലീറ്റ്ലി സ്നോഫോൾസാണ് ഈ ഏരിയയിലൊക്കെ. ഇങ്ങോട്ടേക്കുള്ള യാത്ര തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ താമസിക്കുകയാണെങ്കിൽ സംഭവമായിരിക്കും. ഇപ്പോഴും ഒരു തണുപ്പുണ്ട്, ചെറിയ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. നമ്മളെ കൂട്ടത്തിൽ മിൻഹാജ് ഇതിനു മുമ്പ് വന്ന ആളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. ഇതാണ് നമ്മളുടെ ഡ്രൈവർ സാക്കിൻ. ഹലോ, നല്ലൊരു ഡ്രൈവറാണ് കേട്ടോ. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോവാണ് ഗൈസ്. ആ വരുന്നൊരു ട്രക്ക് കണ്ടോ? ആ ട്രക്കിനകത്താണ് നമ്മളെ കൊണ്ടുപോകുക അങ്ങോട്ട് കേട്ടോ. ഒരു ഓഫ് റോഡ് പോകാനുണ്ട് കുറച്ച്. മറ്റു വണ്ടികളൊന്നും അങ്ങോട്ട് ഓടില്ല. കാരണം 2 പാറ കറക്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ കറക്റ്റ് ഈ വണ്ടി മാത്രം പോവുള്ളൂ. നമ്മൾ നീച്ചുന്ന തല മുട്ടും. എടാ ഇതിങ്ങനെ നല്ലടാ, നല്ല രസമാണ് കേട്ടോ. ഒരു ഓപ്പൺ ട്രക്കാണ് സംഭവം. ഇതിൽ കയറിയിട്ടാണ് നമ്മൾ പോവേണ്ടത്.
ഇതാണ് നമുക്ക് ഇവർ തരുന്ന ടിക്കറ്റ്. ഇതിൽ ടിക്കറ്റ്, ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ട്രക്കിൽ കയറാൻ പറ്റുള്ളൂ. അത് ഈ ട്രക്കിൽ നിന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. 1600 ടെങ്കയാണ് പെർ ഹെഡിന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കും ഓരോ ടിക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ യാത്ര പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പുറത്ത് സെൽഫി എടുക്കലൊക്കെ നടക്കുന്നുണ്ട്. നല്ല സ്കൈ ആണ് കേട്ടോ. കുലുങ്ങിയുള്ള യാത്രക്കൊടുവിൽ നമ്മൾ താഴെ എത്തി. ഇനി ഇവിടെ ഒരു ചെറിയൊരു ലേക്ക്, റിവർ പോലെ എന്തോ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു സൗന്ദര്യം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുത്ത ഒരു കാലാവസ്ഥ, കാറ്റൊക്കെ ഉണ്ട്. നല്ല രസകരമായ യാത്രയായിരുന്നു ആ ട്രക്കിനകത്ത്. മൊത്തത്തിലൊന്ന് കുലുക്കി കളഞ്ഞു. വണ്ടർഫുൾ തമാശ എന്ന് പറഞ്ഞാൽ കസാക്ക് ലാംഗ്വേജ്. അത് ഇൻഫർമേഷൻ ആണ് കേട്ടോ. തമാശ നമ്മൾ മലയാളികൾ പറയുന്ന തമാശക്ക് ഇവിടെ അർത്ഥം വണ്ടർഫുൾ എന്നാണെന്ന്. അപ്പോൾ നമ്മൾ പിന്നെ ഈ കാനിയൻ കഴിഞ്ഞിട്ട് അടുത്ത് പോകുന്ന ബ്ലാക്ക് കാനിയനിലേക്കാണ്. ബ്ലാക്ക് കാനിയൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പാറ അടുക്കുകളൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, കണ്ട ആളാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെല്ലാവരും ആദ്യമാണ്, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല, അത്രയും നല്ല കാലാവസ്ഥയാണ്. സ്നോഫോൾസ് ടൈമിന് വന്നാൽ എനിക്ക് തോന്നുന്നു ഇത്രയൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം ആ തണുപ്പ് കൂടുതലാണ്. ഇപ്പോൾ കറക്റ്റ് നല്ല തണുത്ത കാറ്റ്, ഈ അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇവിടെ ഒരുപാട് ബെഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ മരങ്ങളുണ്ട്, അതിൻ്റെ മേലൊക്കെ കയറിയിരിക്കാം. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അടുത്ത കാനിയനിൽ കാണാം. ഈ കാനിയൻ നമ്മൾ തിരിച്ച് പോകുന്ന സമയത്ത് പിന്നെ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ്, നമ്മളിങ്ങോട്ട് വരുമ്പോൾ റെഡാണ് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ. തിരിച്ച് പോകുന്ന സമയത്ത് അത് അവിടെ കാണിച്ചിട്ട് അത് ഗ്രീന് വാങ്ങണം. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കാനിയനിലെത്തി. ബ്ലാക്ക് കാനിയനിലെത്തിയാൽ താഴേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ആദ്യം പോയടുത്തുണ്ടായിരുന്നു. ഇവിടെ വളരെ ഡീപ്പായിട്ടുള്ള കറുത്ത പാറയിടുക്കുകളിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ
ഒഴുക്ക്. അതാണ് ഇവിടെ കാണാനുള്ളത്. ഇതും ഒരുപാട് കിലോമീറ്റേഴ്സ് ഇങ്ങനെ നീണ്ട് കിടക്കുന്നതാണ് ഈ ബ്ലാക്ക് കാനിയൺ. ഇപ്പോൾ നമ്മളുള്ളത് ബ്ലാക്ക് കാനിയണിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് മെയിൻ റോഡ് കാണുന്നുണ്ട്. അവിടുന്ന് ജസ്റ്റ് ഇറങ്ങി കാണാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞു. സഹറ രാവിലെ ഒരു 4 മണിക്ക് 4:30 മണിക്കൊക്കെ എഴുന്നേറ്റു. പുലർച്ചെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ ബിരിയാണിയും കൊണ്ട് വന്നു. നമ്മൾ ഈ ബ്ലാക്ക് കാനിയൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയൊരു കോഫി ഷോപ്പ് പോലത്തെ സംഭവം ഉണ്ട്. അവിടെ പുറത്ത് ഒരു ബെഞ്ചും ഡെസ്കും കിട്ടിയപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫുഡൊന്ന് ഇതാരാ നോക്കി അതിൻ്റെ അടിയിൽ എന്താ ഉള്ളത്? ചിക്കൻ എങ്ങാനും ഉണ്ടോന്ന്. ചിക്കൻ്റെ കാലിന് ഇവിടെ അടിയാണ്. എത്ര കാലുണ്ട് അതിൽ? 4 കാലിലുള്ള ചിക്കനാ. 4 കാലിലുള്ള ചിക്കൻ എന്ന് പറയുമ്പോൾ കാര്യം വേറെ രീതിയിലേക്ക് മാറും. ഒരു സൈഡിൽ ചൂടുണ്ട് കേട്ടോ. പക്ഷെ പ്ലേറ്റിലിടുമ്പോഴൊക്കെ അത് ഐസായി മാറി. ദഹറ ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ദഹറക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ സഹറ സുബൈർ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണിയുടെ ഫീഡ്ബാക്ക് എന്ന് പറയും? അടിപൊളിയാണ്. നോ വേർഡ്സ്. ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ലേ? ഏറ്റവും കൂടുതൽ കഴിച്ചത് ഫാത്തിമയാണ്. എന്നിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഫാത്തിമ ഷൈയാണ്. ഇൻവെർട്ടർ ആണ് ഇൻവെർട്ടർ. ആകെ 2 കിലോ ചിക്കനാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അതിൽ 1.5 കിലോ ഞാൻ കഴിച്ചു. പിന്നെ 1 കിലോയുടെ കലുപ്പി 2 കിലോ. ആരാണ് മാത്സിന്റെ ടീച്ചർ തന്നെ? അവര് സ്കൂളിൽ പുറത്തേക്ക് നീറ്റ് പഠിക്കാൻ പോയപ്പോ മാത്സ് ഉണ്ടായില്ല. അത് അവരുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല മാത്സ്. അതുകൊണ്ടാ, വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? അത് അല്ലെങ്കിൽ ആ ക്ലാസ്സിലുള്ള ദിവസം അവള് സ്കൂളിൽ പോയിട്ടില്ല. അതാണ് ശരിക്കും എന്നോട് ചോദിക്കേ. പറ ഷെഫിന് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളെ ഭാഗ്യം അത്ര. നിങ്ങളുടെ ഭാഗ്യം ഇത്രയും നല്ലൊരു ബിരിയാണി കിട്ടിയതല്ലേ? ദാദാ അതാണ്. ദാദ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് അതാണ്. കസാക്കില് ദാദ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ദാദ എന്ന് പറഞ്ഞാല് ഗുണ്ടയാണ് അല്ലേ? ദാദ എന്ന് പറയുമ്പോ പക്ഷെ സുഹക്ക് ദാദ എന്ന് പറഞ്ഞ ജ്യൂസാണ്. ദാദ ജ്യൂസ് ഉണ്ട്. ഇവിടുത്തെ ഒരു ജ്യൂസാണ് വിഷയം. സുഹന്റെ ഫേവറേറ്റ്. സുഹന്റെ വക എല്ലാവർക്കും സ്പോൺസർ ചെയ്തു. നമുക്ക് എപ്പോഴും ചെയ്യും സ്പോൺസർ. ദാദാ ജ്യൂസ് KFC മാത്രം കിട്ടും ദാദ ജ്യൂസ്? അല്ല, എല്ലായിടത്തും കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അപ്പൊ ഫ്രഷ് ജ്യൂസ് അല്ല? നോ. മിന്നാജ് കാലം വാങ്ങിച്ചെടുത്ത ആദ്യം സുഹക്ക് ദാദാ ജ്യൂസ്. മിൻഹാജ് മിർസ. മിന്നാജ് അന്ന് മിൻഹാജാണ് എടുത്ത് പിള്ളേരൊക്കെ മോശമാക്കുന്നത്. വേണ്ടാത്ത പാനീയങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ശരിക്കും ആ ജ്യൂസ് നല്ലതാ. ദാദാ ജ്യൂസ് സംഭവം നല്ല കോൾഡ് ഡ്രിങ്ക്സ്, കോൾഡ് ഡ്രിങ്ക്സിന്റെ എനർജി ഡ്രിങ്ക്സും കോൾഡ് ഡ്രിങ്ക്സും. പക്ഷെ നിങ്ങൾ ഒരുപാട് എനർജി ഡ്രിങ്ക്സ് കുടിക്കുന്നതായിട്ട് കാണുന്നു. എന്താണ് കേസ് ഇങ്ങനെ? അത് മെഡിക്കൽ സ്റ്റുഡന്റ് സ്പെഷ്യലി ബ്രെയിൻ നല്ലോണം യൂസ് അവോയ്ഡ് ചെയ്യേണ്ട സാധനമാണ്. അല്ല, ബ്രെയിൻ യൂസ് ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഇതാക്കുന്നത് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഗ്രേറ്റ്. അത് വേറെ റിയാലിറ്റി. നാളെ ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പക്ഷെ നമ്മൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നല്ലതാവും. നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മളെ നോക്കുന്നില്ലേ? നമ്മൾ ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ ഇവർ ഞാൻ നല്ലതാവും. എല്ലാരും ഞാൻ 6 കൊല്ലം മാത്രമേ ഇങ്ങനെ പടക്കുകയാണ്. ഡോക്ടറായി അന്ന് മുതൽ ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കും ഇപ്പൊ നല്ലോണം. ഡോക്ടറായിട്ട് പേഷ്യന്റ് അടുത്ത് വരും പറയും സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കരുത്, ഞാൻ കഴിച്ചു. എനർജി ഡ്രിങ്ക് കഴിക്കരുത്.
നന്നായിട്ട് മുട്ടയും പാലൊക്കെ ഞാൻ കൊടുക്കും. അങ്ങനെ പറയില്ല. ഇപ്പൊ അവർക്ക് മുട്ടയും പാലും കൊടുത്താൽ അവർക്ക് വേണ്ട. അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ഏകദേശം ഡോക്ടറായി വന്നത്. അവരുടെ കുറച്ച് കേൾക്കാമായിരുന്നു. ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ശരിക്കും വളരുമ്പോ മുട്ടി പാലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇല്ല ഡോക്ടറെ അടുത്താണ് ചോദിക്കുന്നത്. ഇല്ല ആവശ്യമില്ല. ഞാൻ മുട്ടിയും പാലും തിന്നാണ്ടാ വളർന്നേ. അത് തിന്നാത്തോണ്ട് അതുകൊണ്ട് അല്ല, ബോൺസിനും ടീത്തിനൊക്കെ കാൽഷ്യം വേണം. അത് ഉള്ളത് പാലിലും മുട്ടയിലൊക്കെയാണ്. എല്ലാവർക്കും ടീത്തിന് പ്രശ്നമാണ്. ബോൺസിന്റെ കാര്യം പറ. ബോൺസ് കുഴപ്പമില്ലാത്ത ബോൺസ്. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റെയർ കയറുമ്പോ കണ്ടെല്ലാരും പാതി വഴിക്ക് നിൽക്കേണ്ടി വന്നത്. അതേപോലെ തന്നെ ചിലവര് മീന് കഴിക്കൂലല്ലേ ചിലവര്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹെയർ ഒക്കെ നരച്ച് ഇതവിടെ കാണാം. ഇത് പെട്ടെന്നൊന്നും ആയിഷ എന്തെങ്കിലും പറയാ. ആയിഷ ഈ ഡ്രസ് എവിടെ നിന്ന്? ആയിഷ LC working. ബ്രാൻഡഡ് ആണ്, ബ്രാൻഡഡ്. സാറായും ഫാത്തിമയും സുഹായും കൂടെ. യെസ് ഗൈസ്, ഞാൻ നല്ല എലിജിബിൾ ആയിട്ടില്ല. നല്ല അല്ല എന്താ പറയാ, ഉപ്പാനോട് ഉമ്മനോട് എന്താ പറയാനുള്ളത്? പ്രായപ്പെട്ട ഉമ്മയും അപ്പിയും അറിയാൻ. എന്റെ ഡാഡി മമ്മി അങ്ങാണ് ഗൈസ്. പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഐ ലവ് യു പീപ്പിൾ. മഴ പെയ്യട്ടെ. അമ്മ ഇക്കടുത്ത് വെക്കല്ലേ. ഉപ്പാന്റെ ഉമ്മയുടെ ഉപ്പാനോട് എന്താ പറയുന്നത്? ഉമ്മാനോട് ഉപ്പാനോട് പറയാനുള്ളത്, ഇന്നിപ്പോ ഈ ഷൂട്ട് ചെയ്യുന്ന അന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാല് ഉമ്മ മരിച്ചിട്ട് 3ാമത്തെ വർഷം ആവുകയാണ്. ഉമ്മാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഉപ്പ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. ഞാനൊരു 10 വയസ്സിലാണ് ഉപ്പ മരിക്കുന്നത്. എന്തായാലും രണ്ടാളെയും വളരെ അധികം മിസ് ചെയ്യുന്നുണ്ട്. ഞാനും മിസ് ചെയ്യുന്ന എന്റെ ഉമ്മാനെ. ഉമ്മാനെ മിസ് ചെയ്യുന്നില്ല. ഉപ്പാനെ പിന്നെ മിസ് ചെയ്തിട്ടില്ല. ഉമ്മാനെ മിസ് ചെയ്യുന്നുണ്ടത് പേരിന് പറഞ്ഞു. ഫാത്തിമാന്റെ ഉപ്പാടുമാരോട് ഇക്കാക്കമാരോട് എന്തെങ്കിലും പറയാം. ഞാൻ എന്റെ മോളോട് ഐ മിസ് യു പറയുമ്പോ കാര്യം ആയിഷന്റെ ഉമ്മയോട് എന്താ പറയാനുള്ള? മിസ് യു. എല്ലാവർക്കും മിസ് തന്നെ. അത് വെറുതെ ഫോർമാലിറ്റിക്ക് അറിയുന്നത്. ഹലോ, അങ്ങനെ നമ്മളുടെ 2 കാനിയോൺ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഷാരിൻ കാനിയോൺ ആൻഡ് ബ്ലാക്ക് കാനിയോൺ. ബ്ലാക്ക് കാനിയോൺ ഈ പറഞ്ഞ മാതിരി ജസ്റ്റ് നമുക്ക് ആ മേലെ നിന്ന് കാണാനുള്ളതേ ഉള്ളൂ. ഷാരിൻ കാനിയോൺ ആണെങ്കിൽ ആ പാറയിടുക്കുകളിലൂടെ ഒരു ഓഫ് റോഡും അവിടെ താഴെ എത്തുമ്പോഴേക്ക് നല്ലൊരു ലേക്ക്, നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ 2 മനോഹരമായ ദൃശ്യങ്ങൾക്ക് ശേഷം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയും സപ്പോർട്ട് ചെയ്യാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ കാണാം. ടിൽ ദെൻ, സി യു, ബൈ ബൈ.